ദയവ് ഇത് കണ്ണേട്ടനുള്ളപ്പോ ഇങ്ങനൊന്നും സംസാരിക്കരുത്. അയ്യോ ഇല്ല, അവൻ ഈ വീട്ടിലെ കാരണവരല്ലേ. അമ്മ ജീവിച്ചിരിപ്പുണ്ട്, എങ്കിലും അവൻ അമ്മയ്ക്ക് മോളില. പിന്നെ എങ്ങനെയാ അവന്റെ മുമ്പിൽ നിന്ന് സംസാരിക്കുന്നേ? എന്റെ ഭാര്യയെ വാക്കുകൾ കൊണ്ടുപോലും ഒരു പോറിനെ ഏൽപ്പിക്കരുതെന്നാ അവൻ എന്റെ വീട്ടിൽ വന്ന് പറഞ്ഞിട്ട് പോയെ. പിന്നെ അനുസരിക്കാതിരിക്കാൻ പറ്റുമോ? ചെറിയൊരു പിഴവ് സംഭവിച്ചോണ്ടാ, അല്ലെങ്കിലേ അവനിപ്പം മുകളിലിരുന്ന് ഓരോന്ന് ആജ്ഞാപിക്കേണ്ടി വന്നേ. ഇവളുടെ തലയ്ക്ക് മുകളിലിരുന്ന്. മോളെ, ഇനിയിപ്പോ ഉണ്ടല്ലോ അവളെ ഇടയ്ക്കിടയ്ക്ക് മുറിയിലേക്ക് കയറി വരും. പ്രത്യേകിച്ച് മോളുടെ കണ്ണൊന്ന് തെറ്റിയ അവള് ചിലപ്പോ മോളെ നോക്കാനാണെന്ന വ്യാജേന ഇവിടെ ഇരിപ്പുറപ്പിക്കുകയും ചെയ്യും, ഓഫീസിലേക്കെങ്ങും പോകാതെ. അവളല്ലേ മോളെ മൂത്തത്. ഇനിയിപ്പൊ എന്തായാലും മോളെക്കാൾ മുന്നേ അവൾക്കൊരു കുഞ്ഞ് ജനിക്കാൻ പോകുന്നില്ല. എന്നാൽ അതിന് ശേഷമെങ്കിലും ഒരു കുഞ്ഞിനെ ജനിപ്പിക്കാനുള്ള ശ്രമമൊക്കെ അവള് നടത്തും. അത് മുളയിലെ നുള്ളിക്കളയുന്ന നല്ലത്. ഒരുത്തനൊപ്പം അവള് കറങ്ങി നടക്കുന്നുണ്ട് അതിനു വേണ്ടിയിട്ട്. എന്റെ മോളെ, അവൾക്ക് തല ചുറ്റലോ മനം പുരട്ടലോ ഉണ്ടായ എന്തായാലും അതിന് ഉത്തരവാദി കണ്ണനായിരിക്കത്തില്ല, ഉണ്ണിയാകാൻ പാടില്ല. അയ്യേ, ഉണ്ണിയേട്ടൻ അത്തരക്കാരനൊന്നും അല്ല മുത്തശ്ശി. അതുകൊണ്ടല്ലേ ഉണ്ണി ആയിരിക്കില്ലെന്ന് ഞാൻ പറഞ്ഞത്. അതെ, ഇപ്പൊ മോളൊരുത്തന്റെ കാര്യം പറഞ്ഞില്ലേ, അവനാകാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് അവള് വിശേഷം അറിയിക്കുകയാണെങ്കിലേ അന്നത്തെ ദിവസം തന്നെ അവൾ ഈ വീട്ടിൽ നിന്ന് പുറത്താ. സാക്ഷാൽ മഹാലക്ഷ്മിയാണെന്ന് കരുതുന്ന കണ്ണനെ പേരിന് മാത്രമേ ലക്ഷ്മി ഉള്ളൂ എന്ന് മനസ്സിലാക്കാൻ അതിനപ്പുറം തെളിവൊന്നും വേണ്ട മോളെ. നിങ്ങളുടെ കുഞ്ഞിനെ താലോലിക്കാനും വളർത്താനും കണ്ണൻ വിഷമമൊന്നും കാണില്ല. എന്നാൽ അന്യന്റെ കുഞ്ഞിനെ അവൻ താലോലിക്കത്തൊന്നുമില്ല. അവൾ എങ്ങനെയെങ്കിലും അവനൊപ്പം ഒളിച്ചോടി പോയാൽ മതിയായിരുന്നു. അതിനുള്ള സാധ്യത ഒരുപാടുണ്ടെന്നാ ആ മേഘേട്ടൻ പറഞ്ഞത്. ആണോ? മഹാലക്ഷ്മി ഇഷ്ടമല്ലാത്തോണ്ട് ഇതുവരെ മേഘേട്ടൻ അവളുടെ മുന്നിലേക്ക് പോലും വന്നിട്ടില്ല. അവൾക്ക് മുഖം കൊടുത്തിട്ട് പോലുമില്ല. അവനെ ആ വാമന്റെ മോനല്ലേ, അതുകൊണ്ട് അവൻ നല്ലവനായിരിക്കും. പാവം, കണ്ണച്ചാരുടെ വിധി മാറി. പക്ഷേ കിടപ്പിലായത് നമ്മുടെ മേഘേട്ടനല്ലേ. സാരമില്ല മോളെ, ഇപ്പൊ മോളൊരമ്മയാകാൻ പോകുന്നതുകൊണ്ട് മോള് ജയിച്ചു. ഇങ്ങോട്ട് നോക്കി, ഇങ്ങോട്ട് നോക്കി. ഇനി മോളെ കരയിക്കുന്ന രീതിയിൽ എന്തെങ്കിലും കണ്ണനോ മഹാലക്ഷ്മിയോ ചെയ്തു കഴിഞ്ഞ ചലിക്കാത്ത കണ്ണനെ കണ്ട് ചലിക്കുന്ന മഹാലക്ഷ്മിക്ക് പൊട്ടിക്കരയേണ്ടി വരും. മരിച്ചു കിടക്കുന്ന കെട്ടിയോനെ കണ്ട് അവക്ക് കരയേണ്ടി വരുമെന്ന്. നാണം കേട്ടവള്. എന്റെ മോളുടെ സ്വഭാവം ഉണ്ണി മോനെ ഒരുമാതിരി പിടികിട്ടിയല്ലോ. അതില് മോളെ മാത്രം കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. മോളെ അങ്ങനെ കൊഞ്ചിച്ചാ ഞങ്ങൾ വളർത്തിയേ. ഇപ്പോഴും ഞങ്ങൾക്ക് അവള് ആ പൊടി കുഞ്ഞു തന്നെയാ. ഇനിയിപ്പോ അമ്മയായി കഴിയുമ്പോ അതിനൊക്കെ മാറ്റം വരും, കുറച്ചുകൂടെ പക്വതയൊക്കെ വരും. പിന്നെ നീ നിന്റെ ചേട്ടന്റെ മുമ്പിൽ താണ് വണങ്ങി നിൽക്കാതെ കുറച്ചുകൂടെ തൻ്റെ ഇടം കാണിക്കണമെന്ന് മാത്രം. സ്വന്തം ഭർത്താവ് എല്ലാം തികഞ്ഞാനാണെന്നുള്ള തോന്നലുണ്ടായാലേ പെൺകുട്ടികൾക്ക് അവരോടൊരു ബഹുമാനം ഉണ്ടാവൂ, പ്രത്യേകിച്ചും ഇന്നത്തെ കാലത്ത്.